പോലെ കുതിരകളുണ്ട്. ഇതൊക്കെ തമിഴ്നാടൻ കുതിരകളാണ് കേട്ടോ. കണ്ടില്ലേ? അടിപൊളിയാണ്. ഇതൊരു വൈറ്റ് കുതിര. ഈ കുതിരകൾ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും ആളൊരു ഭീകരനാണ് കേട്ടോ. ഈ കുതിരയും ആളൊരു ഭീകരനാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടംപോലെ ചാണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 2 തരത്തിലുള്ള മത്സരമുണ്ട്. നമ്മുടെ കുട്ടികൾക്കുള്ളതുകൊണ്ട് പിന്നെ വലിയവർക്കുള്ളതുകൊണ്ട്. അപ്പോൾ കുട്ടികളുടെ കുതിരകൾ നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ നമ്മൾ മുതിർന്നവരുടെ കുതിരകളാണ് കേട്ടോ. നമ്മൾ ഈ കണ്ടുപോലെ തന്നെ ഇതിനൊക്കെ ഈ ഒരു കുതിരക്കും പിന്നെ ഈ ഒരു ഹോഴ്സിനും ഇതിനൊക്കെ നമ്മൾ ഒരു ചാക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ഫുഡായി കാണുന്ന സെറ്റപ്പാണ്. അപ്പോൾ നമ്മളതെല്ലാം നമ്മുടെ ബോണി കുതിരകൾ കണ്ടില്ലല്ലോ. ഇതൊക്കെ ചെറിയ കുതിരകൾ കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു കുതിരയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ? ഒരു വേറെ മോഡൽ, നമ്മുടെ കൈത പോലെ ലുക്കുകളൊക്കെ ഒരു കുതിരകളാണ് ഈ ഒരു കാണുന്നതൊക്കെ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു വേറെ മോഡൽ കുതിര, മുടിയൊക്കെ വെട്ടിയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതും വേറൊരു മോഡലാണ് കേട്ടോ. കണ്ടില്ലേ? സംഭവം എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ ബാക്കിൽ പോയി നിന്നാൽ കാലായിട്ട് ഒരു കിക്ക് ഉണ്ടാവും. അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. കുതിരയുടെ ബാക്കിലൊക്കെ പോയി നിൽക്കാതെ ഫ്രണ്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുക. ഇതൊക്കെ അതേപോലെ തന്നെ ചെറിയ കുതിരകളാണ്. അവിടെ ചെറിയ പയ്യന്മാരുണ്ട്. അപ്പോൾ ഇവരുടെ കുതിരകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കുതിര എത്ര കുതിര ഉണ്ട് ഞങ്ങൾക്ക് ടോട്ടല്? 5 കുതിര ഉണ്ട് അല്ലേ? ഇതിപ്പോൾ ഏതൊക്കെയാണ് ഈ കാണുന്നതും? എന്ത് ബോണിയോ? ബോണി. ആ നേരെ കാണുന്നതും ഇതും അല്ലേ? പിന്നെ ഇതൊക്കെ നൊക്കറ. കുതിരയുടെ പേരാളാണല്ലേ? ഇതിന് നേരത്തെ പേരാണ് നമ്മൾ ജാൻസി. ബൈല, കസ്വ, പിന്നെ ആദം, നൂറ. പേരുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലം ഇവിടെ? നിലമ്പൂരോ? ഞങ്ങൾ അവിടെ നിന്ന് വരാം. എപ്പോഴെത്തി? രാവിലെ വന്നല്ലേ? ഇനി എപ്പോഴാണ് നിങ്ങളുടെ എപ്പോഴാണ് സ്റ്റാർട്ട് ആവുക? വലിയ ആദ്യം കഴിഞ്ഞാലേ വലിയ. അപ്പോൾ ഈ ഒരു കുതിരയുടെ അപ്പോൾ 2 ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് ബോണി കുതിരയാണ് കേട്ടോ. കാരണം കുറച്ച് ചെറിയ കുതിരയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ മുകളിൽ കയറി ഇരുന്ന് പോകാൻ പറ്റിയ ചെറിയൊരു കുതിരയാണ് കേട്ടോ. പിന്നെ അതും ബോണിയാണ്. ഇതിൻ്റെ പേര് ജാൻസി എന്നാണ്. ഈ ഒരു കുതിരയുടെ പേര് ജാൻസി എന്നാണ്. കണ്ടില്ലേ? തൊടാൻ പറ്റുമോ? അപ്പോൾ കണ്ടില്ലേ? നമ്മുടെ ബോണി കുതിരയാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇവരുടെ മുടിയും കാര്യങ്ങളൊക്കെ നൈസാക്കി വെട്ടി കൊടുത്തിട്ടുണ്ട്. മുമ്പിലേക്കൊരു ചെറിയൊരു ഓമന മുടി എന്ന് പറയില്ല, അതേപോലത്തെ ഒരു മുടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ. ഒരു ചെറിയ കുതിര. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുതിര അതുപോലെ തന്നെ കേട്ടോ. നമ്മുടെ ബോണിയാണ്. ബയ്യ ഇല്ല, ബയ്യ എന്നല്ല പേര്, ബയ്യ. അപ്പോൾ ബയ്യ എന്നാണ് ആളെ പേര്. ഇത് നമ്മുടെ ചെറിയൊരു കുതിരയാണ് കേട്ടോ. നമ്മുടെ കൈത പോലെ തന്നെ ചെറിയൊരു മോഡൽ ലുക്കുള്ളൊരു ചെറിയ കുതിരയാണ്. സംഭവം അടിപൊളിയൊക്കെ കണ്ടില്ലേ? ആൾക്കാർക്ക് ഭയങ്കര സൈലൻ്റാണ്. ഇന്നലക്കത്തെ കുതിര പോലെ തന്നെ അല്ല. ആൾ ഭയങ്കര നൈസും സൈലൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇഷ്ടം പോലെ കുതിരകൾക്ക് വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിര ഒരു വൈറ്റ് കുതിരയാണ് കേട്ടോ. നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു ഏത് ബ്രീഡ് ഈ കുതിര? ഏതാ ബ്രീഡ്? മാർവാരി പറഞ്ഞാൽ എവിടെയുള്ള ഇന്ത്യൻ ബ്രീഡാണ്. ഇവിടെ ഇപ്പോൾ കണ്ട കുതിര പോലെ തന്നെ ഒരു വെറൈറ്റി കുതിരയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇതിന് എത്ര വയസ്സായിട്ടുണ്ടോ? 7 വയസ്സോ? 7 വർഷമായിട്ടുള്ളേ. കാണാൻ നല്ല രസം. നിങ്ങളുടെ സ്ഥലം ഇവിടെ? എടക്കര. അതെപ്പോഴാണ് നിങ്ങളത് സ്റ്റാർട്ട് ആവാൻ തുടങ്ങല്? 6 മണിക്കൊക്കെ അല്ലേ? ഈ ഒരു കാണാൻ കുതിര നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ വാലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതും ഇതിന് ആളൊരു അക്രമല്ല അല്ലേ? ഇന്നലെ കൂടാൻ തീരെ അപ്പം ആള് ഒരു അക്രമ കുതിര എന്നല്ല. നമ്മളെ എടുത്തു പോകുമ്പോൾ ആൾ കുതിരയും കാര്യങ്ങളൊന്നും ഇല്ല. ആൾ നൈസാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മുടിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുടിയൊക്കെ അത് വെട്ടി കൊടുക്കണം. ഫുൾ കട്ട് ചെയ്തായി ബാക്കി അല്ലേ? അപ്പോൾ നമ്മൾ ആ കുതിരയുടെ അടുത്ത് നിന്ന് പോയി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒതുക്കുങ്ങളിലുള്ള കാക്കാൻ്റെ കുതിരയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കുതിര ഉണ്ടോ. ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ 2 ചങ്ങലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആൾക്ക് ഏത് നേരം കാല് കണ്ടില്ലേ? കാലിങ്ങനെ നിലത്ത് വെറുതെ കൊണ്ടുവെക്കാണ്. പായാനുള്ള ത്രില്ലിൽ നിൽക്കാൻ തോന്നുന്നുണ്ട്. ഇത് കുറച്ച് ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് അക്രമകാരിയായിട്ടുള്ള കുതിരയാണ്. നമ്മുടെ മറ്റേ കുതിര പോലെയൊന്നുമല്ല കേട്ടോ.
ഈ കാണുന്ന കുതിരയും അതേ സെയിം കുതിരയാണ് കേട്ടോ. പക്ഷെ കുറച്ച് ചെറിയ ആളാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ആ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും 2 കയറിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചങ്ങലയിലൊക്കെ തന്നെയാണ് നമ്മുടെ കുതിരയെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ റേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 6 മണി ആയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കുതിരകളെ മാത്രം കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രൗണ്ട് ഫുള്ള് കുതിരകളാണ്. ഇവിടെ കഴിഞ്ഞ അപ്പുറത്തേക്കും കുതിരകളുണ്ട്. ഓരോ ഡിവിഷനുണ്ട് കുതിരകൾക്കൊക്കെ. ഒരു കുതിരയുടെ ആളുകളുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അല്ല ഇതേതാ ബ്രീഡ്? ക്രോസാണ്. നല്ല ഹൈറ്റും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം ഇവിടെ ഒതുക്കുങ്ങല്ലോ. ഇന്നലെ ഇതിന് വായിപ്പിച്ചിരുന്നു ഇതിൽ കൂടെ. ഇന്നത്തെ എപ്പോഴാണ് തുടങ്ങി? അത് ഇറക്കൂല, കാലിന് ചെറിയൊരു പരിക്ക് പറ്റി. ഇതേ കാര്യം കൊണ്ടുപോകും അല്ലേ? ഇതാണ്. നിങ്ങൾ പേരെന്താ? ഇർഫാൻ. അതോ? ദിൽഷാദ്. നിങ്ങളിപ്പോൾ എത്ര വട്ടമാണ് ഇപ്പോൾ ഇതിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കണേ? നിങ്ങളെ ഗ്രൂപ്പാണ് പറഞ്ഞത്? മലപ്പുറം ഡിസ്ട്രിക്ട് കോഴ്സും KCM കടപ്പടി പറഞ്ഞത് ഓരോ സംഘടിപ്പിച്ചില്ലേ? ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു കുതിരയുടെ കാലിന് ചെറിയ പരിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു കുതിരയുടെ ഇപ്പോൾ ഇതിനെ പരിപാടിയിലേക്ക് ഇന്ന് നടത്തില്ല. ഈ ഒരു കുതിരയാണ് അവരിപ്പോൾ ഹോഴ്സ് റേസിങ്ങിന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആ കുറച്ച് ചാട്ടവും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പം അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നമാവും. അണ്ട് അവർക്ക് റെഡ് കളറിലൊരു കെട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ബാൻഡേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേദന കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ചാടി കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുതിരയുടെ ഈ ചുറ്റുവട്ടത്ത് ഒരു പീഡ ഉണ്ട്. അപ്പോൾ ആ പീഡ കച്ചവടത്തിന് നമ്മളെ ഈ നാട്ടിലുള്ള ആൾക്കാരനല്ലേ അവിടെ? അപ്പോൾ വേറെന്താ? റഷീദ്. ഇത് രാജേട്ടൻ ഈ ഏരിയയിലുള്ള ഒരു കുതിര നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇതായിട്ട് വാങ്ങിയതാണ്. ഇവിടെ പുറത്താണല്ലേ? അപ്പോൾ അവിടെ ഇവരുടെ കുതിര ഉണ്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വേറെന്താ? എൻ്റെ പേര് ജിതിൻ. അതോ? കുഞ്ഞിപ്പ. ഇവിടെ തന്നെ എല്ലാവരും ബിച്ചുട്ടിയോ? അപ്പോൾ ചുക്കുമാൻ്റെ ചങ്ങന്മാരല്ലേ? ഞങ്ങൾ ഈ നാട്ടിലുള്ളതാണ്. ഇപ്പൊ റീമാക്കാരെ കടയിൽ നമുക്ക് രണ്ട് വത്തക്കള്ളം ആണോ? വത്തക്കള്ളം ആണോ? എപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ റീമാക്കാന്റെ നമ്മുടെ വത്തക്കള്ളം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാട്ടോ. പോട്ടോ. ആയിക്കോട്ടെ, നമുക്ക് അടുത്തതിൽ കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ കമ്മിറ്റിക്കാരെ കുതിരയുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കരിപ്പൂരില്ലേ? വാങ്ങിയ കുതിരയാണ്. മറ്റൊക്കെ സ്പോൺസർ കുതിരയാണ്. ഇതൊക്കെ നമ്മുടെ സ്പോൺസർ കുതിരകളാണ് ഈ കാണുന്നത്. പിന്നെ അതോ അല്ലേ? ഈ കാണുന്നത് എങ്ങനാ? അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പൂരിൽ നിന്ന് ഉള്ള കുതിരയാണ്. ഈ ഒറ്റ കുതിര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 5-6 വയസ്സ്. 5-6 വയസ്സല്ലേ? ഇതിനെന്തൊക്കെ തിന്നാൻ കൊടുക്കലേ? ഇത് തിന്നാൻ കുതിരക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കേണ്ടി വരും. കുതിരക്കുള്ള ഫുഡ് വെറൈറ്റി ഫുഡാണ്. നമ്മുടെ നാടൻ ഫുഡുകളൊന്നുമില്ല, പറ്റൂലേ? കാര്യമായിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ടത് കടലത്തോട്, അതേമാതിരി പിന്നെ ഗോതമ്പത്തിന്റെ ഉമിയുണ്ട്, ചോളത്തിന് ഉമി. അത് പിന്നെ ഗോതമ്പം കൊടുക്കും, മുതിര കൊടുക്കും. അങ്ങനെ ഗ്യാസ് കയറാൻ പാടില്ല. റിച്ച് ഫുഡാണ്. അത് കുറച്ച് കോസ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ കുതിര വാങ്ങാൻ മാത്രമല്ല നല്ല ഫുഡ് കൊടുത്ത് കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ കരിപ്പൂരിൽ നിന്ന് ആകെ ഒറ്റ കുതിര ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സ്പോൺസർ കുതിരകളാണ്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ് നമ്മുടെ ഈ ഒരു കുതിരയുടെ ഷോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നിൽക്കുക. എങ്ങനെ? മുഹമ്മദ് സലീം ഭായി ആണ് ഈ ഒരു കുതിര ഓടിക്കുന്നത്. ഉത്തർപ്രദേശിലെ? ഓക്കെ. വർഷമായി ഈ കുതിര?
8 साल एक्सपीरियंस है। ഈ കുതിര പാലക്കാട് നിന്ന് അമ്പ ഫാമിൽ നിന്ന് എടുത്താണ്. അമ്പ ഫാമിൽ നല്ല കുതിരനെ കൊടുക്കുന്ന വിശ്വസ്തമായിട്ട് കുതിര വാങ്ങാൻ പറ്റിയ ഒരാളുണ്ട്. അയാളുടെ പേരാണ് അർഷദ് ക. ഒരാളെ പറ്റിക്കൂല, പക്ക നല്ല ക്ലിയർ ക്യാരക്ടർ നമുക്ക് തരും. അതാണ് അദ്ദേഹത്തിന് കുതിരക്ക് 1 lakh മുതൽ മേപ്പെട്ടാണ്. ഏതാണ്ട് നല്ല കുതിരക്കൊക്കെ 1 ലക്ഷത്തിന്റെ 1.5-1.25 2 ലക്ഷം രൂപ കുതിരക്കാവും. ഓടുന്ന കുതിര അയാളാണ് അർഷദ് ക. പിന്നെ അപ്പൊ അർഷദ് ക. ഓക്കെ, എവിടെയാണ് കുതിരന്റെ ഫാം ഉള്ളായിരുന്നു? പാലക്കാട്. ഇതൊക്കെ നിങ്ങൾ കൊടുത്ത കുതിരകളെ? അതെ, നമ്മൾ കൊടുത്ത കുതിരകൾ വേറെ കുറച്ച് കുതിരകളുണ്ട്. അതിരക്ക് 64 ഹൈറ്റ് ഉള്ളത്, കേരളത്തിലെ ഏറ്റവും വലിയ കുതിര നമ്മളാ കൊടുക്കും. കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള കുതിര അല്ലേ? ഇപ്പൊ നിങ്ങളെ കുതിര ഇവിടെ, നിങ്ങൾ കൊടുന്ന കുതിര വേറെ കുതിരകൾ നമ്മൾ ഒരു 5-6 കൊണ്ടുവന്നുണ്ട്. ഇന്ന് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയാണ്, നമ്മുടെ മാർവാറി. 4 വയസ്സ് പ്രായം, ബ്ലാക്ക് സ്റ്റാലിയൻ ആണ്. 64 ഹൈറ്റ് ഉണ്ട്, അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പുറത്തേക്കല്ലേ? എത്ര വയസ്സ് വരെ ഇവര് ജീവിക്കും നമ്മൾ നോക്കണ പോലെ ഉണ്ടാവും. കുതിരകൾ ചിലപ്പോ 1-2 ദിവസം കൊണ്ട് ചെത്തുപോയ കുതിരകളും ഉണ്ട്. പിന്നെ ഒരു 12-15 വയസ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ നെറ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ 24 വയസ്സ് എന്നൊക്കെയാ പറയണത്. പക്ഷെ ഞാൻ അത്ര വർഷം എന്റെ കയ്യിൽ കുതിര ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ കുതിരന്റെ ഫീൽഡ് തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. പക്ഷെ ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുതിരകൾ അത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല. മാക്സിമം 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് മാക്സിമം ഒരു എനർജി ഒക്കെ ഉണ്ടാവില്ല. ഒരു 4 വയസ്സ് 4 വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെ കുറച്ച് നല്ല ആക്റ്റീവ് ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. വരുന്നേ കരുവാരക്കുണ്ടില്ലേ? അപ്പോ രണ്ടാൾ കുതിര ഓടിക്കും? വല്യേട്ടനെ അല്ലേ? എളാപ്പേ? അത് ഉമ്മേക്കല്ലേ വില? ഉമ്മ. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ പാത്തു കുതിരയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കുതിരയെ ഓടിക്കാനുള്ള ട്രാക്ക് കേട്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അവിടെ നിന്നാണ് അവസാനിക്കുക. അപ്പോൾ ഈ ഒരു ചുറ്റുഭാഗമായിട്ടും നമ്മുടെ ട്രാക്കാണ്. സെൻറ്ററിൽ ഓരോ വണ്ടികളുണ്ട്, ഫെഡും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേജ് ഉണ്ട്. നമ്മൾ കുതിരയെ ഓടിക്കുന്നതൊക്കെ നമ്മൾ സ്റ്റേജിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഫുള്ള് സെറ്റപ്പ് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ളുവനായിട്ടും നമ്മൾ കവുങ്ങ് കൊണ്ടാണ് കേട്ടോ, കവുങ്ങ് വെട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഈ കാണുന്നതൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആൻഡലസ് മെഡിക്കൽ, നമ്മുടെ പുളിയമ്പറമ്പത്തുള്ള ആൻഡലസ് മെഡിക്കൽ സ്പോൺസർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇരിക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും, കാണികൾക്കൊക്കെ എല്ലാവർക്കും വരാം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ട്രാക്കും കാര്യങ്ങളും വെച്ച് കുതിരയുടെ വിശേഷങ്ങൾ പറഞ്ഞു, കുതിരകളുടെ ആളുകളെ അടുത്ത് പോയി നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം വൈകുന്നേരം വരാം. ഒരു 6 മണിക്കാണ് നമ്മുടെ വലിയ കുതിരകൾ സ്റ്റാർട്ട് ചെയ്യുക. 3 മണിൻ്റെ ശേഷമാണ് നമ്മുടെ ചെറിയ ബോണി കുതിരകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ സ്പീഡുണ്ട്. കഴിഞ്ഞു
നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മൂല മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മൂലയിൽ നിന്നെടുത്ത വീഡിയോസായിരുന്നു നിങ്ങൾ ഇന്നലെ വൈകുന്നേരം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുതിര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അവസാന റൗണ്ടാണ്. ഇഷ്ടംപോലെ കുതിരകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ കുറവാണ്. ചൂടും കാരണമൊക്കെ ആയിട്ട് കുറേ ആളുകൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയും കുറേ കുതിരകൾ മനസ്സിൽ കാണാനുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഹോഴ്സ് റൈഡിങ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത ഒരു നല്ലൊരു ഹോഴ്സ് റൈഡിങ് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. കുതിരകളൊക്കെ പറ്റ സ്ലോ ആണ്, എന്താറില്ല, ഗ്രൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ അടുത്ത കുതിര വരുന്നുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. അവിടെ കണ്ടില്ല, നല്ല സ്പീഡിലൊരു കുതിര വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടോ, കറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല തലം കിട്ടോ, അടിപൊളി. അതിനൊപ്പം പൊടിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുതിര ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ വേറെമാര് 3 പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. പേരെന്താ? റമീസ്. എൻ്റെ പേരോ? എന്ത്? അഭിഷേക്. എൻ്റെ പേരോ? ഓക്കെ. അപ്പോൾ 3 പേരും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പേരമായിട്ട് വീഡിയോ കാണട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓടാൻ പോകുന്നത് നമ്മുടെ മിനിയൂട്ടിയിലെ പെറ്റ് സ്റ്റേഷനിലെ കുതിരയാണ്. നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുതിര. അപ്പോൾ അത് നമ്മൾ അടുത്ത് ഓടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. പക്ഷെ അത് പറ്റ സ്പീഡ് കുറവാണ് കേട്ടോ. നിങ്ങളവിടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കർവിങ് ആണ് ഇവരുടെ മെയിൻ കേട്ടോ. ഇവിടെ നിന്നാണ് ഇവർ സ്പീഡും കാര്യങ്ങളും കൂടുന്നത്. ഇല്ല, ഇത് പറ്റ സ്പീഡ് കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അത്യാവശ്യം ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുതിരയ്ക്ക്. ചില കുതിര ഭയങ്കര സ്പീഡാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ. ചിലപ്പോൾ ഇപ്പോൾ പറയും. അപ്പോൾ ആ ഒരു കുതിരയുടെ പുറത്ത് അതിൻ്റെ റൈഡർ കയറി ഇരിക്കുന്നുണ്ട്. കണ്ടില്ല, ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ കയറിയിരുന്നു. ഇനി നമുക്ക് ആ ഒരു കുതിരയുടെ റണ്ണിങ് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് നമ്മുടെ SS വേൾഡ് പറഞ്ഞൊരു ചാനലുണ്ട്, അവരുടെ കുതിരയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ സ്വന്തം കുതിരയാണ്. പേര് സൽമാനോ അങ്ങനെ എന്തോ പേരാണ് ഈ ഒരു കുതിരയുടെ പേര്. അപ്പോൾ ഇത് നമുക്ക് കാണാം. കുതിര അവിടെ നിന്ന് തുള്ളി കളിക്കുന്നുണ്ട്. 55. നമ്മുടെ മിനിയൂട്ടി പെറ്റ് സ്റ്റേഷനിലുള്ള കുതിര തീരെ ഓടുന്നില്ല. അത് പുറത്ത് പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത കുതിരയാണ്. അപ്പോൾ നമ്മളിത് അതിനെ കാണട്ടെ. ആ കുതിര ഓടിട്ടോ, കുതിര ഓടിയിട്ടുണ്ട്. അല്ല, കുതിര നല്ല റണ്ണിങ്ങിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുതിര നമുക്ക് ഇവിടെ നിന്ന് നേരെ ഫിനിഷിങ് റണ്ണിൽ കാണാൻ പറ്റും. അപ്പോൾ കുതിര കറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരെ വരുന്നിട്ട് നമുക്ക് ഫിനിഷിങ് റണ്ണിൽ കാണാം. നമുക്ക് ഇതിൻ്റെ ഒരു ഉത്സാഹം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കുതിര അത്യാവശ്യം ലാഗാണ്, അത്യാവശ്യം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അവൻ ഇറങ്ങിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി. ആ ഒരു കുതിരയുടെ പുറത്ത് നിന്ന് വീട്ടിലുണ്ടോ ഉള്ളൊരു കുപ്പായക്കെട്ട് വളണ്ടിയ സിസ്റ്റം പോലെ ഉണ്ട്. ഇവരൊക്കെ വേണം സമ്മതിക്കാൻ. ഇവിടെ കുറേ ക്യാമറക്കാരുണ്ട്. ഈ കാണുന്നതൊക്കെ ക്യാമറക്കാരാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് പുറത്താണ്. ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ കാണുന്നതൊക്കെ പിന്നെ ഈ കാണുന്നതൊക്കെ ആളുകളാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കാൻ 2000 രൂപയാണ് നമുക്കൊരു ക്യാമറമാന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കാൻ കുറച്ച് റിസ്ക് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കുതിരപ്പുറത്ത് ആൾ കയറുന്നുണ്ട്. അപ്പോൾ അവർ റൈഡർ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കേതായാലും നമുക്ക് ഈ ഒരു വെള്ളക്കുതിരയുടെ വെള്ളക്കുതിര കാല് മുമ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആ ഒരു കുതിര ഇവിടെ ഈ ഒരു കോർണറിൽ ചാരി പോയിട്ട് അവിടെ പോയി വീണിട്ടോ. അവിടെ പുറത്തുള്ള ആളുകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ കുതിരയുടെ ഈ ഒരു ആരും തന്നെ ട്രാക്കിൽ പ്രവേശിക്കരുത്. ദയവ് ചെയ്ത് ഒരു കാണികളും ദയവ് ചെയ്ത് ട്രാക്കിൽ പ്രവേശിക്കരുത്. ഇപ്പൊ ഓടിയ ചെസ് നമ്പർ 64 സോറി നമ്പർ 64 ഡിസ്ക്വാളിഫൈഡ്. അടുത്തതായി ട്രാക്കിൽ നമ്പർ നമ്മുടെ ആംബുലൻസ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓടിയിട്ടുള്ള കുതിരയുടെ ആൾക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയുണ്ട് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി ആംബുലൻസും കാര്യങ്ങളൊക്കെ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലും അപ്പോൾ നമ്മൾ ആംബുലൻസ് വരുന്നുണ്ട്. ഇനി അടുത്ത കുതിര അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആംബുലൻസ് ഇതാ വരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് എന്ത് പറ്റിയാലും അതിനുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ആംബുലൻസ് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ആളെ അതിനോട് നിന്ന് ഇപ്പോൾ ഇറക്കും. അടുത്തതായി ഒരു ഉപഹാരം, അസദുൽ മല്ലിക്ക് ഒരു ഉപഹാരം. മിലാൻ പ്ലസ് ഇക്സ്റ്റീരിയർ എക്യുപ്മെന്റ്സ് LLC ദുബായ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഉപഹാരം സമ്മാനിക്കുന്നു. ഈ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും മികച്ച ജോക്കിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു അസദുൽ മല്ല. ട്രിനിറ്റി ഇക്സ്റ്റീരിയർ ജോക്കി ആദരപൂർവ്വം വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. നല്ലൊരു കൈയ്യടി. ഹവ്വ അബായ ബോട്ടിക്ക് പ്രതിനിധിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ഹവ്വ അബായ ബോട്ടിക്കുവിന്റെ മാനേജ്മെന്റ് ഡയറക്ടറെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് നല്ലൊരു കൈയ്യടി. നമ്മുടെ കാടപ്പടി എന്ന് പറഞ്ഞാല് നമ്മുടെ മലബാർ മലപ്പുറം അല്ലേ, ഏത് കായികമായാലും ഏത് കായിക ഇനമായാലും ഹൃദയത്തിലേക്കുന്ന ഒരു മനസ്സാണ് നമ്മൾക്കുള്ളത്. 25,000 രൂപയുടെ ഉടമസ്ഥതയുള്ള സൺ ഫുഡ് കാടപ്പടി സ്പോൺസർ ചെയ്ത ലഘുതനായി ഇസ്മായിൽ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇസ്മായിലിനെയും നിയാസിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് നല്ലൊരു കൈയ്യടി നമ്മുടെ എല്ലാ നാട്ടുകാരനായ റഷീദ് അമ്പലഞ്ചേരി. കരസ്ഥമാക്കിയ അബ്ദുൽ സാദിഖ് 65-ാം നമ്പറിൽ മത്സരിച്ച 33.24 സെക്കൻഡിൽ ഫിനിഷിംഗ് ചെയ്ത രണ്ടാം സ്ഥാനത്ത് അവസാനിച്ചിരിക്കുന്നു. 65-ാം നമ്പർ അബ്ദുൽ സാജിദ്. മലപ്പുറം ഡിസ്ട്രിക്ട് അംഗത്വമുള്ള മെമ്പേഴ്സാണ്. സോറി നല്ലതിനായി സോഫിയ ലോഞ്ചിന്റെ മാനേജിംഗ് ഡയറക്ടറെ ആദരപൂർവ്വം രണ്ടാം സ്ഥാനം. ഈ മനോഹരമായ രണ്ടാം സ്ഥാനത്ത് അബ്ദുൽ സാജിദ് 33.24 സെക്കൻഡ് മില്ലി സെക്കൻഡിന്റെ മാറ്റത്തിലാണ് പോയത്. കൂടാതെ മിലാൻ പ്ലസ് ഇക്സ്റ്റീരിയർ എക്യുപ്മെന്റ് LLC ദുബായ് ഒരു ഹെൽമെറ്റ് ഉപഹാരം സമർപ്പിക്കുന്നു. 3ാം സ്ഥാനക്കാർക്കുണ്ട്. 3ാം സ്ഥാനക്കാർ നിങ്ങൾക്കറിയോ, മറ്റാരുമല്ല പൊന്നാനി ഹോഴ്സ്.
പൊന്നാനി ബോയ്സ് റേസ് വെറും മില്ലി സെക്കൻഡിന്റെ മാറ്റത്തിൽ 33.13 സെക്കൻഡിന്റെ മാറ്റത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അത് വാശിക്കെടുത്തുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി നൽകുന്നതിനായി മുഴുവൻ പ്രതിനിധികളെയും അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ വോയിസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ അവിടെ അവസാനിപ്പിച്ചു. കാരണം ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ കുറേ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വെയിലും കൊണ്ടൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് ബൈ.